ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, ഈ വേദിയിലിരിക്കുന്ന പ്രമുഖ പണ്ഡിതന്മാർ, എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും. എനിക്ക് കിട്ടിയ വിഷയം എന്നുള്ളത് പള്ളി ദർസിന്റെ മഹത്വത്തെ കുറിച്ചാണ്. പള്ളി ദർസ് നമുക്ക് മുമ്പ് പൂർവികർ കൈമാറിപ്പോന്ന ഒരു അപൂർവ സമ്പാദ്യമാണ് പള്ളി ദർസ് എന്നത്. ഇന്ന് ലോകത്ത് കഴിഞ്ഞു പോയതും നിലവിലുള്ളതുമായ വലിയ പണ്ഡിതന്മാർ മുഴുവനും പള്ളി ദർസിന്റെ സംഭാവനകളാണ്. ഇസ്ലാമിക സാംസ്കാരികത്തിന്റെ യഥാർത്ഥ രൂപം ഇന്ന് നാടുകളിൽ കണ്ടുവരുന്നതിന്റെ പ്രധാന പങ്ക് പള്ളി ദർസ് വഹിക്കുന്നുണ്ട്. കേരളത്തിൽ വിജ്ഞാനത്തിന്റെ പുരോഗമനത്തിനും കാരണമായത് അന്നത്തെ പള്ളി ദർസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രധാനമായും മുഹാജിറുകളായ തിരുസാഹചര്യയിലെ പട്ടിണി പാവങ്ങളും മറ്റു സ്വഹാബിമാരും ഉൾക്കൊള്ളുന്നതാണ്. രാവും പകലുമില്ലാത്ത മതപഠനം ഉൾക്കൊണ്ട് മണിമുത്ത് ഒപ്പിട്ടവരാണ് അവർ. ഇതിന്റെ ഇന്നത്തെ വേർഷനാണ് നമ്മുടെ നാട്ടുംപുറങ്ങളിൽ കണ്ടുവരുന്നത്. ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ദർസ് എന്നതിനെ നിർവചിക്കുമ്പോൾ ഭാഷാപരമായ പഠനം, പാഠം എന്നൊക്കെയാണ്. തൻ്റെ ഗുരുവിന്റെ മേൽനോട്ടത്തിൽ ജീവിതത്തെ മുന്നോട്ട് ഗമിക്കാൻ കഴിയുന്നതിലൂടെ ആത്മീയ ജീവിതം, തൻ്റെ ഗുരുവിന്റെ ആത്മീയ ജീവിതം കണ്ട് സമാധാനപരമാക്കാനും കഴിയുന്നു. ഇതിലൂടെ ഇസ്ലാമിക നിയമ സംഹിതയുടെ ബോധവും ധാർമ്മികത ബോധവും കരഗതമാകുന്നു. തികഞ്ഞും ബുദ്ധിയും വിവേകവുമുള്ള ഒരുത്തരെ മാത്രം തിരഞ്ഞെടുക്കുന്ന രീതിയല്ല പള്ളി ദർസിൻ്റെത്. മറിച്ച് വരുന്നവരെല്ലാം സ്വീകരിക്കുന്ന ഒരു രീതിയാണ് പള്ളി ദർസിൻ്റെത്. അങ്ങനെയാണ് പ്രവാചകചര്യയും. അവരും ഒരുത്തരെയും തിരിച്ചയച്ചിട്ടില്ല. എല്ലാവരും ജാതി വർണ്ണ ഭേദമില്ലാതെ തൻ്റെ ഗുരുവിന്റെ കീഴിൽ സമന്മാരായിരുന്നു. സ്വന്തം നാടും വീടും വിട്ട് തൻ്റെ സൃഷ്ടാവിന്റെ പ്രീതി കാംക്ഷിച്ച് അവൻക്ക് ഇഷ്ടമായ അവന്റെ നൂറ് ശേഖരിക്കാൻ വേണ്ടിയും അതിനെ പിൻതലമുറകൾക്ക് നുകർന്നു നൽകാൻ ഉത്സാഹം കാണിക്കുകയും ചെയ്യുന്നത് ഇസ്ലാം മതം നിലനിർത്തുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി ശത്രുക്കളോട് യുദ്ധം ചെയ്തതുപോലെ ആയതുകൊണ്ടാണ് മുതഅല്ലിമിന്റെ മരണം ഷഹീദിന്റെ മരണമാണെന്ന് പറയാൻ കാരണം. ഈ പതറിപ്പോകുന്ന ജനസമൂഹത്തിനോട് പള്ളി ദർസിന്റെ മഹത്വമേറിയ ശൃംഖല കൈവിട്ടു പോകുന്നുണ്ടോ എന്നതിൽ സംശയമുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.